ഹലോ ഗേസ്, അപ്പൊ നമ്മുടെ പുതിയ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വേൾഡ് തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ രണ്ട് ഷീപ്പിനെ കാണാം. നമുക്ക് ഇപ്പോഴേ അതിന്റെ പുറകിന് പോകണ്ട. നമുക്ക് പെതുക്കെ പെതുക്കെ മതി. ഇപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് വെട്ടിയ ബ്ലോക്ക്. അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഡയറക്റ്റ് ഇവിടെ പൊട്ടിച്ച് അതിന്റെ മേളിൽ ഒരു അടയാളത്തിന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഇത് പൊട്ടിക്കാം. ബാക്കിയുള്ള വുഡ് എന്നിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ഫസ്റ്റ് പൊട്ടിച്ച ബ്ലോക്കിന്റെ പേരിൽ നമുക്ക് എൻഡർ ഡ്രാഗന്റെ എഗ് കൊണ്ട് വയ്ക്കാനുള്ളതാണ്. ഞങ്ങൾ സുധീനെക്കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് മൈൻക്രാഫ്റ്റിന്റെ ചാനൽ തുടങ്ങിയത്. അപ്പോ നമുക്ക് ഇച്ചിരി വുഡ് കളത്തിക്കണം. 4 ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം പ്ലാങ്ക്സിലോട്ട് മാറ്റണം. എന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, 4 സ്റ്റിക്ക്, എന്നിട്ട് ബാക്കി എല്ലാം സ്റ്റോണിൻ്റെയിലോട്ട് മാറ്റാനുള്ളതാണ്. ഇതിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കുക. എന്നിട്ട് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. അടുത്തൊരു ഷീപ്പ് ഉണ്ടായിരുന്നു, നമുക്കൊന്ന് കൊല്ലാം. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വലിയ കേവ് കണ്ടിട്ടുണ്ട്. തുടങ്ങി അതിനുള്ളിൽ ഡാമേജ് അടിച്ച് ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. ഇത് ഞങ്ങളുടെ ഒരു ലെറ്റ് പ്ലേ, ചെറിയൊരു ലെറ്റ് പ്ലേ കൂട്ടാണ്. ഇതിൻ്റെ അകത്ത് റിസോർട്സ് ഗാദറിങ്ങും ഹൗസ് ബിൽഡ് ഫാംസ് ഒക്കെ ഉണ്ടാക്കി എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യുന്നവരാണ് ഗെയിം. നല്ല രസമായിരിക്കും എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ പോവേ. പിന്നെ ഇതിൻ്റെ അത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കയ്യിൽ നിന്ന് ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കണം. ഞങ്ങളുടെ മൈക്കില്ല, നല്ല PC ഇല്ല, നല്ല കമ്പ്യൂട്ടർ ഇല്ല, നല്ല വീഡിയോ എടുക്കാനുള്ള സാധനമില്ല. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഞങ്ങൾക്ക് അതൊക്കെ കിട്ടുക. നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങൾക്ക് ഇപ്പോൾ 0 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പം അങ്ങോട്ട് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാം. അതല്ലാതെ ഈ വീഡിയോ റീച്ച് ആകുവാണ്. അതായത് ഇപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. എന്തുവാ ഇച്ചിരി ഇപ്പൊ ഇന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ അടക്കം കയറുകയായിരുന്നു. അതാണിങ്ങനെ. ലക്ക് കണ്ടോ കേസ്? ലക്ക് കുഴിച്ചു വന്നത് ഡയറക്റ്റ് ആണ് തൊട്ട്. നമുക്കപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോൺ പിക്കാക്സും കൊണ്ടുണ്ടാക്കാം. നമ്മൾ അതുമല്ലാതെ ഈ വേൾഡ് അങ്ങ് സ്പീഡ് റൺ ചെയ്ത് തീർക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ഇത് പെതുക്കെ തീർത്താൽ മതി. സ്പീഡ് തീർക്കണമെന്നൊന്നുമില്ല. അത് ആണല്ലോ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തോട്ടെ. നമ്മളിതൊന്നും എഡിറ്റ് ചെയ്യത്തില്ല ഈ വീഡിയോ, കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി പണിയല്ലേ. അപ്പം അത് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി ഇതാവും. ഇപ്പൊ കുറച്ച് കോളും എടുത്തേക്ക്, ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യാനുള്ളതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പണ്ടാണെങ്കിൽ ഒരു വേൾഡ് തുടങ്ങിയായിരുന്നു. അതിൻ്റെ അകത്ത് ഈ കോള് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അയണും എല്ലാം കിട്ടി, പക്ഷെ എൻ്റെ വീടിൻ്റെ അകത്ത് ടോർച്ച് വെക്കാൻ ഒരു കോള് പോലും ഇല്ലായിരുന്നു. ഈ കോള് അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ കണ്ടാലും എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാതായി. നമുക്ക് ബാക്കിയുള്ള ഇതിനെല്ലാത്തിന് സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കാം. എന്നിട്ട് ഫുൾ ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള ടൂൾസ് എല്ലാം ആയി. നമുക്ക് അയൺ എങ്ങനെയെങ്കിലും ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, ഇൻവെന്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട് ആവശ്യത്തിന്. നമുക്ക് പോയി ഇനി വുഡ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഷീപ്പിനെ കൊല്ലാം. രാത്രി ആകുന്നതിന് മുമ്പ് ആ ഷീപ്പിന്റെ കയ്യിൽ നിന്ന് വേണം നമുക്ക് ആ ബെഡ് കിട്ടാൻ. പിന്നീട് നമുക്ക് കീപ്പ് ഇൻവെന്ററി ഉണ്ട്, അതുകൊണ്ട് ചത്താലും പേടിയുണ്ട്. ഇവിടുന്ന് നേരെ താഴോട്ട് ആടിയാലും പ്രശ്നമൊന്നുമില്ല. എന്നൊക്കെ പറയും, പക്ഷെ ചാകുമ്പോൾ ഒരുമാതിരിയാ മൈൻക്രാഫ്റ്റിന്റെ അകത്തൊരു വിഷമം. അതുകൊണ്ട് ഷീപ്പല്ലേ ഇത്. അതെ, ഹങ്കർ ബാറും കുറഞ്ഞ്. ഗെയിം പറഞ്ഞിട്ട് അധികം നേരമൊന്നും ആയില്ല. ഓക്കെ, ഒരു വൂള് അവിടുന്ന് കിട്ടി. അടുത്ത വൂള് തപ്പാം. അതേണ്ട അവിടെ ഞാനിപ്പോ എന്തോ കണ്ടു തോന്നിയത്, ഒരു ഷീപ്പ്. ഓക്കെ, രണ്ടാമത്തെ വൂള് നിൽക്കേ. അതിന് ഞാൻ ഇവിടുന്ന് കുറച്ച് ഡൈ എടുക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ഷീപ്പിനെ എല്ലാത്തിനെയും കൊന്നു കഴിയുമ്പോൾ അതിന് കളർ ചെയ്യണം. ഞാനിതെല്ലാം ഡൈ ആക്കി വെച്ചേക്കാം. ഒരെണ്ണം കൂടെ വേണം. രാത്രിയാകാറായി, അതുകൊണ്ട് ഒരു ഷീപ്പിനെ കൂടെ എങ്ങനെയെങ്കിലും തല്ലിക്കൊല്ലണം.
ഞാൻ നമ്മൾ ആദ്യം വന്ന ട്രീ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സ്റ്റിക്കും കിട്ടി, കുറച്ച് സാപ്ലിങ്ങും കിട്ടി. ഇവിടെ ആയിരുന്നു 2 ഷീപ്പ് ഇരുന്നത്. ഡീസ്പോൺ ആയോന്നും അറിയത്തില്ല. തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എൻഡർമാൻ ഇങ്ങനെ ഓവർ വേൾഡിലോട്ട് വരുമോ, എനിക്കത് അറിയില്ല. ഓക്കെ, നല്ലൊരു റിവർ ഉണ്ട്, നല്ലൊരു ഫോറസ്റ്റ് ഉണ്ട്, ഇവിടെ ചെറിയൊരു പ്ലെയിൻസും ഉണ്ട്. അടുത്ത് അതേണ്ട ഒരു ഷീപ്പ് ഞാൻ കണ്ട്. എടാ ഗുമ്മാലേ, ഗുമ്മാല്, നിങ്ങളെല്ലാരും വാഴാറ്റു കണ്ടോ? ഗീസ് കാണണം, നല്ല സിനിമയാണ്. ഓക്കെ, നമുക്കപ്പോ ഇതെല്ലാം അങ്ങ് ഡൈ ചെയ്യാം. ഡൈ ചെയ്തിട്ടുണ്ട്. ഉയ്യോ, രാത്രിയായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, എനിക്കിത് കണ്ടിട്ട് തോന്നുന്നേ. നമുക്ക് അവിടെ കുറച്ചുകൂടെ ഷീപ്പ് ഉണ്ട്, അതിന് മുമ്പ് നമ്മൾ ഇച്ചിരി വുഡെല്ലാം കളക്ട് ചെയ്യട്ടെ. ഇവിടുന്ന് 6 വുഡ് കിട്ടി. അവിടെ ഒരു ഷീപ്പും കൂടെ നിൽപ്പുണ്ട്, എല്ലാത്തിനെയും കൊന്നേക്കാൻ. തള്ളുന്നാടാ ചാക്കടെ. നമ്മുടെ ഇനി ഫുഡും കുറവാ. ഓക്കെ, നമുക്ക് കുറച്ചധികം ഫുഡ് കളക്ട് ചെയ്യണം. പക്ഷേ ഇനി പിഗിനെ കൊല്ലാം. ഓക്കെ, ഇതിന് ഇച്ചിരി ലാഗ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. എന്നെങ്കിലും ഇവിടെ ഇതായിട്ട് ഇരിപ്പുണ്ടോ എന്റെ ഹങ്കർ? എന്തായാലും ഇപ്പൊ ഇവിടെ ചെറിയൊരു ക്യാമ്പ് അടിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫുഡെല്ലാം ഇവിടെ കേവ് ആണെന്ന് തോന്നുന്നു. അതെ, കേവ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ഫർണേസ്, അതിനുശേഷം ഫർണസും എടുത്ത് അതിന്റെ മേളിലോട്ട് അതിൽ കയറിയിട്ട് നമ്മുടെ ഇത് തന്നെ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. സ്മെൽറ്റ് ചെയ്യാൻ കോള് കൊണ്ടുവന്നായിരുന്നു, അത് അവിടെ ഇരുന്ന് സ്മെൽറ്റ് ആകട്ടെ. നമുക്ക് മേളിലോട്ട് കയറാനായിട്ട് ചെറിയൊരു സ്റ്റെപ്പും ഉണ്ടാക്കിയിടാം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാമ്പ് വരുന്നുണ്ടോ ഗേസ്? ഇവ കേരളത്തിൽ എല്ലായിടത്തും പാമ്പാ. ഇത് ഞാൻ മാത്രമുള്ള ചാനലല്ല, എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ഉണ്ട്. ചെറിയൊരു പനിയുണ്ട്. ഓക്കെ, ഈ സമയം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും കയറാനായിട്ട് ചെറിയൊരു വഴി ഉണ്ടാക്കി. നമുക്ക് അവിടെ ബ്ലോക്ക് വെച്ച് പോയാൽ മതി, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് 5 എണ്ണം റെഡിയായി, ബാക്കി 2 എണ്ണം കൂടെ. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ പോർക്ക് ചോപ്പും കൂടെ തുടങ്ങണം. പോർക്ക് ചോപ്പ് അല്ലേ, അത് തന്നെ, പോർക്ക് ചോപ്പും കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. ചെയ്യണം, സ്മെൽറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് പോർക്ക് ചോപ്പ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഈ സ്ഥലം കളഞ്ഞു പോയിരിക്കും. അത് അവിടെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു അടയാളത്തിന് ഇച്ചിരി വുഡ് കളക്ട് ചെയ്യാൻ പോകും. അപ്പൊ അടയാളത്തിന് ഇവിടുന്ന് ഇതൊന്ന് ബ്ലോക്ക് അപ്പ് ചെയ്തൊന്ന് വെച്ചേക്കാം. ചാലി ഇച്ചിരി ഹെൽത്തേ ഉള്ളു, ഇച്ചിരി ഹെൽത്ത്. അപ്പോൾ ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് ഞാൻ അവിടെ ഇരുന്ന് സ്മെൽറ്റ് ആയിട്ട് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിൻ്റെ അടിയിലല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇറങ്ങി എൻ്റെ അടിയിലൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കാണുമല്ലോ. എൻ്റെ പൊന്നോ, നമ്മളങ്ങനെ ആദ്യത്തെ മരണം. കീപ്പ് ഇൻവെന്ററി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഗെയിം തുടങ്ങി ആദ്യത്തെ മരണം. പിന്നെ പേടിക്കണം, നമ്മൾ ഒരുപാട് ദൂരമല്ല അയം വെച്ച്, അയം പോകുന്നുള്ള പേടി വേണ്ട. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഫുൾ ഹെൽത്ത് ഒക്കെ ആയിട്ട് വന്നല്ലോ, അത് മതി. നമുക്ക് ഇവിടുന്ന് അടിയിലോട്ട് അങ്ങ് പോവാം. ഫോണിൽ കളിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരെ. 4 നിക്ക് പൗച്ച് ചെയ്ത് ഡേർട്ട് എടുത്ത് ഇവിടെ നിൽക്കാം. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഇനി ഇറങ്ങാം. ഇതൊന്നും ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. ഓക്കെ,
ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, എൻ്റെ കുട്ടിയില്ലെന്ന് ഞാൻ വിചാരിച്ച്. ഓക്കെ, ഓക്കെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ബെഡ് ക്രാഫ്റ്റ് ആക്കി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുക്കണം. ഇനി ഡയറക്റ്റ് അങ്ങോട്ട് എടുത്ത് ഇത് വെച്ച് തന്നെ മണ്ടയ്ക്കോട്ടം കയറാം. ഇവിടെ ആരാ സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ടേക്കുന്നു അടിയിലോട്ട്. റിയൽ പ്ലെയർ ഉണ്ടാക്കിയിട്ടേക്കുന്നോട്ട് എനിക്ക് തോന്നുന്നു. 1, 2. ഓക്കെ, അങ്ങനെ സ്മെൽറ്റായി കഴിഞ്ഞെന്ന് തോന്നുന്നില്ല. ഇനി 2 കൂടെ ഉള്ളു. 2 കൂടെ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഓ, ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും, അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ പോലില്ല, അതിനുള്ളിൽ ഇത്രയും പ്രോഗ്രസ് കൊണ്ടുവരണമെങ്കിൽ കാണിച്ചിട്ട് പ്രോ ആയിരിക്കണമെന്ന് ഓർക്കണേ. പ്രോ ആയിരിക്കുമെന്ന് ഓർക്കണേ. നമുക്ക് ഇപ്പൊ നമ്മളെല്ലാം അടുത്ത്. ഇനി നമുക്ക് ഇവിടുന്ന് ഫർണസ് കൊണ്ടത് പൊട്ടിച്ചിടും. നൈറ്റ് ആയി ഇത്ര പെട്ടെന്ന്. ഞാനത് നൈറ്റ് ആയി ശ്രദ്ധിച്ചില്ല കേട്ടോ. വെട്ടി ഇവിടെ വെച്ച് കിടന്ന് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് നമ്മൾ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ആവശ്യമില്ലാത്ത എല്ലാം കളയാനാ. പിന്നെ ഉണ്ട് ഇതൊക്കെ അല്ല. ഇപ്പൊ കയ്യില് ആവശ്യമുള്ളതല്ലേ ഇരിക്കട്ടെ, ബാക്കി ആവശ്യമില്ലാത്ത എല്ലാം പുറത്തോട്ട് എറിഞ്ഞു കളയാ. അതപ്പൊ ഇപ്പൊ ഇവിടുന്ന് പോവല്ലേ, അപ്പൊ ഇങ്ങോട്ട് എടുത്ത് എറിയും. നമ്മൾ അതെല്ലാം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഗോബിൾ സ്റ്റോൺ വെച്ച് ഇവിടെ ഒരു ഇതുണ്ടാക്കി സ്റ്റെയർകേഴ്സ് ഉണ്ടാക്കി മേളിലോട്ട് പോവാ. നമ്മള് ഓവർ വേൾഡ് കാണാൻ എന്ത് ഭംഗിയാ. സോംബി, നിനക്കെന്താണ് ഇത്രയും സ്പീഡ്? അവന്റെ ഒരു പീസ് ആർമർ ഇടിച്ച്. ആർമർ, 10 ആർമർ. നമ്മുടെ ഇപ്പൊ കുറച്ച് അയണുണ്ട്. നോക്കിയിട്ട് ഇവിടെ മൈനിങ്ങിന് പോണം. ഇവിടെ ആയിരുന്നു ഒരു വലിയ കേവ് ഇല്ലായിരുന്നു അനുവ ഇവിടെ. സോറി, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾക്കും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും അതല്ലാതെ ഇതൊക്കെ ഇഷ്ടമാ. അപ്പൊ അവള് ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ അവളോടാ ചോദിച്ചേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ തന്നെ ടോർച്ചില്ല. അതേണ്ടേ പച്ച കളറുള്ള മാമൻ. പെട്ടെന്ന് തന്നെ താട്ടാണ്. ഇപ്പൊ നമ്മള് ബൈ ലെവല് 30. ചത്തില്ല, രക്ഷപ്പെട്ടു. ഇവിടെ ഗോൾഡ് ഒക്കെ ഇരിക്കുന്നു. ഗോൾഡ് ഒന്നും അല്ല ഇപ്പൊ വേണ്ടത്. നമുക്ക് ഇച്ചിരി അയൺ വേണം. ഇപ്പൊ നമ്മള് ഫുൾ അയൺ ആർമറ. ഗോൾഡ് വെച്ചല്ലേ പ്രയോജനം. ഇവിടെ അയണല്ലേ ഇരുന്നേ? അല്ല, ഇത് അല്ല അയണ ഇങ്ങനെ എടുക്കുക. ഒരയണയുള്ള അതിങ്ങനെ ഒരയണായിട്ട് സ്പോണാകുന്നു. ഫുള്ള് ഭയങ്കര ഡാർക്ക് കേസ് ആയി. എനിക്ക് പച്ചതയും ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. അത് പൊട്ടിത്തെറിക്കും. ചത്തില്ല ഭാഗ്യത്തിന്. ഇത് അയണാണോ? അല്ല, ഇവിടെ അയണൊന്നും ഇല്ലേ. എനിക്ക് കേവി ഒന്ന് ചുമ്മാ അതാവുക. ഞാൻ ഇച്ചിരി ഫുഡ് കഴിക്കട്ടെ എന്തായാലും. ഫുഡ് കഴിച്ച് നമുക്ക് പെതുക്കെ താഴോട്ടങ്ങ് ഇറങ്ങാം. ഒന്ന് ക്രൗച്ച് ചെയ്ത് നോക്കട്ടെ. അവിടെ കുറച്ച് ലാവയുണ്ട്. അതിൻ്റെ അടുത്ത് അവിടോട്ട് പോയാൽ നമുക്ക് ഇച്ചിരി ഡയമണ്ട് കിട്ടുമെന്ന്. അതായത് അയൺ ആർമർ ആകുന്നതിന് മുമ്പ് നമ്മൾ ഡയമണ്ട് ആർമർ ആയേന് നോക്കിയിട്ടില്ല. എന്തായാലും ഇവിടെ വരെ ഒന്നുമില്ലേ. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടാൻ പോയത്. എന്തെങ്കിലുമൊക്കെ കാണണ്ടേ അതിനു വേണ്ടി. ഓക്കെ, ഇവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഇത് പിക്കാക്സ് വെച്ച് മൈൻഡ് പൊട്ട. ഓക്കെ, അവിടെ ഒരെണ്ണേ ഉള്ളൂ ഗേസ്. ഇതെന്ത് ഗേസ് ഇപ്പൊ ഓരോ അയൺ വെച്ച് മാത്രം കിട്ടുന്നേ? ഓക്കെ, നോക്കപ്പോ ഒരു അഡ്വാൻസ് ഉണ്ട്. തേടി വന്ന സാധനം കിട്ടി. ഈ അയണും ബാക്കിയുള്ള എല്ലാം ഇൻവെന്ററി വെച്ചിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് കയ്യിലോട്ട് ഇടാം. എന്നിട്ട് ഇത് ഇവിടെ വെച്ച് എൻ്റെ ഒരു അയൺ പിക്കാക്സ് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാം. ഇത് കിട്ടുമോ കയ്യിലോട്ട്? ഇത് ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, കിട്ടി. ഈ ഡയമണ്ട് ഇവിടെ ഇരുന്ന് തന്നെ മൈൻഡ് ചെയ്യാം. ഒരെണ്ണേ ഉള്ളത്. ഓക്കെ.
ഡയമണ്ടിലൂടെ ഡ്രിഫ്റ്റിൻ്റെ മേളിൽ ബൈ ലെവൽ 46 ഒരു മൈനിങ് ട്രിപ്പ് അങ്ങ് പോയാലോ? മൈനിങ് ട്രിപ്പ് അതെല്ലാം നിങ്ങളെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നു. ഇതിലൂടെ കുറച്ച് റെഡ് സ്റ്റോൺ ഓർ ഇരിക്കുന്നു. വെളി തണ്ടർ സ്റ്റോം അല്ലേ നടക്കുന്നേ? നമുക്കപ്പോൾ ഇവിടെ റെഡ് സ്റ്റോൺ കിട്ടി. നമ്മുടെ ഉള്ള കോള് വെച്ച് അതിപ്പിച്ചിട്ട് ടോർച്ച് കണ്ടുണ്ടാക്കും. ഒട്ടും വെട്ട കിട്ടി ഇവിടെ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ അയണ്. ഓക്കെ, അങ്ങോട്ട് തന്നെ. ഓക്കെ 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 ഇവിടെ കുറച്ച് റെഡ് സ്റ്റോണൊക്കെ കാണുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാല്യുബിൾസ് ഉണ്ടോ? ഒന്നുമില്ല 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 ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഇച്ചിരി വലിയ കേവിന്റെ റെമനൻസ് ഉണ്ട്. അല്ല അല്ല, അത് ലാവ പൂളിലോട്ടാണ് പോയത്. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒന്ന് സ്രവ് ചെയ്ത് നിന്ന് ഇവിടെ വെച്ചിട്ട് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, കാരണം നമുക്ക് അങ്ങനെ സ്പീഡ് റൺ ചെയ്ത് കളിയൊന്നും തീർക്കണ്ട. ഈ കേസ് അപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടെ എന്തായാലും ഇത്രയും വന്നില്ലേ, ഇത്തിരി കേവൊക്കെ കാണാൻ നിൽക്കേ. ഒരു ടോർച്ച് ചോടി ഇവിടെ എൻ്റെ മനസ്സറിഞ്ഞ് ഇവിടെ ലോറൊക്കെ കാണും. വെളിയിൽ വലിയ പ്രശ്നമൊക്കെ നടക്കുന്നേ. എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മൈനിങ് ട്രിപ്പ് നിങ്ങളെ കാണിക്കാതെ പോയിട്ട് വരാമെന്ന്. എനിക്ക് വേണ്ട. ഓ നോ, നമ്മുടെ രണ്ടാമത്തെ ഇതിവിടെ മഴയൊക്കെ പെയ്യുന്നേ. ഓക്കെ, നമുക്ക് അടിയിൽ പോയപ്പോ ഇപ്പൊ കിട്ടിയത് ഒരു ഡയമണ്ട് കിട്ടി. എന്തുകൊണ്ടും പ്രോഗ്രസ് മാത്രം. ഡയമണ്ട്, ഒരു അയണൂറ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് കിട്ടി. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് താട്ടാൻ ഇറങ്ങാം. എന്റെ പൊന്നോ, ഒന്ന് പോയേടി. ഇതങ്ങ് അടച്ചു വെക്ക, അടിയിലോട്ട് കൂടിയേ. ഇവിടെ എവിടുന്നാ വെട്ടം വരുന്നത്? ഓക്കെ, ഇവിടെ നേരെ ടോപ്പി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതും കൂടെ ക്ലോസ് ചെയ്തോടെ വെട്ടം ഇല്ലായിരിക്കും. നമുക്ക് നമ്മുടെ ടോർച്ച് എടുത്ത് നമുക്കൊരു ചെറിയൊരു ഹൗസ് ഉണ്ടാക്കും ഇവിടെ എല്ലാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഹൗസ് ഉണ്ടാക്കാം. നമുക്ക് തൽക്കാലം നമ്മുടെ ഓറെല്ലാം സ്മെൽറ്റ് ചെയ്ത് നമുക്ക് ടാങ്ക് വെച്ച് ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലോട്ട് എടുത്ത് അത് മേളിലോട്ട് വെച്ച് 9 അയൺ ഉണ്ട്. നമുക്കൊരു അയൺ സോൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആർമർ ഇപ്പോഴും ഉണ്ടാക്കണോ? വേണ്ടല്ലോ, ടൂൾസ് ഉണ്ടാക്കാം അല്ലേ. ഒരു അയൺ നോ വുഡ് ഉണ്ടല്ലോ പറഞ്ഞോട്ട്. അത് കുറച്ച് പ്ലാങ്ക് ആക്കിയിട്ട് സ്റ്റിക്കും ആക്കി ഒരു ആക്സ്, ഒരു സോഡ്, ഇനി എന്ത് വേണ്ടേ, ഒരു ഷവല്. അപ്പോൾ ഫുൾ അയൺ ടൂൾസ് ആയപ്പോഴും നമുക്ക് ബാക്കി 3 ബാക്കിയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു ബക്കറ്റ്. ഇപ്പോൾ നമ്മൾ ഫുൾ അയൺ ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിന് ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.